ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മണി ബ്ലോക്ക് നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് അനസ്യൂതം വന്നെത്തിച്ചേരുവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ്. 777 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്നാണ് ഈ മെത്തേഡിൻ്റെ പേര്. 777 എന്ന് പറയുമ്പോൾ 7ന്റെ ആവർത്തനത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇതിൽ ഓരോ 7നും അതിൻ്റേതായിട്ടുള്ള മീനിങ് ഉണ്ട്. ഇതിൽ ഒന്നാമത്തെ 7 എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയാണ്. രണ്ടാമത്തെ 7 എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റൻഷനാണ്. മൂന്നാമത്തെ 7 എന്ന് പറയുന്നത് പ്രപഞ്ചവുമായിട്ടുള്ള നമ്മുടെ അലൈൻമെൻ്റ് ആണ്. ഇനി ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിഷ് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. അവിടെ ഡബിൾ മൈൻഡ് ഉണ്ടാവാൻ പാടില്ല. ഇനി രണ്ട് ആഗ്രഹങ്ങളെ കോർത്തിണക്കുവാൻ പാടില്ല. ഒരേ ഒരു ആഗ്രഹം മാത്രമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. അത് ഒരു ദിവസത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ ഏർലി മോർണിംഗ് 7 പ്രാവശ്യം എഴുതുക. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് 7 പ്രാവശ്യം എഴുതാം. ഇനി രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് 7 പ്രാവശ്യവും നമുക്കിത് എഴുതുവാൻ കഴിയും. അപ്പോൾ ഒരു ദിവസം ടോട്ടൽ എത്ര പ്രാവശ്യം നമ്മൾ എഴുതുന്നു? 21 ടൈംസ്. ഇനി ഇത് വെറുതെ 7 പ്രാവശ്യം എഴുതി എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അതിനൊരു ഫീൽ കൊടുക്കുവാൻ കഴിയണം. ഏറ്റവും നല്ലൊരു ഫീൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. കൃതജ്ഞതയോടുകൂടി നമുക്കത് നമ്മുടെ ആഗ്രഹത്തെ എഴുതുവാൻ കഴിയണം. പിന്നെ ആ ഒരു കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസവും നമുക്കുണ്ടായിരിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഇൻറ്റൻഷൻ നമുക്കുണ്ടാകണം എന്നുള്ളത്. ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ പണത്തിൻ്റെതായിട്ടുള്ളൊരു ബ്ലോക്ക് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അതിപ്പോൾ കടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്ന രീതിയിലായിരിക്കാം. എന്തുമാകട്ടെ, പണത്തിൻ്റെതായിട്ടുള്ള ഒരു ഒഴുക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഇൻറ്റൻഷൻ കൃത്യമാണ്. സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരണം. നിങ്ങൾ കടം കൊടുത്ത പൈസ നിങ്ങളിലേക്ക് വന്നു ചേരണം. നിങ്ങൾക്കുള്ള കടം എങ്ങനെയെങ്കിലും പരിഹരിക്കപ്പെടണം. ഇതാണ് വ്യക്തമായിട്ടുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതിനെ കൃത്യമായിട്ടുള്ള വാക്കുകളിലൂടെ നമുക്ക് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുവാൻ കഴിയണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം അതാണ്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് 50, 60, 100 മേനിയായി തിരിച്ചു തരും എന്നുള്ളതാണ്. അപ്പോൾ അത് കൊടുക്കുന്ന വാക്കുകൾ കൃത്യമായിരിക്കണം. അത് നമുക്ക് അറിയാവുന്ന ഒരു ലാംഗ്വേജിൽ, നമുക്കറിയാവുന്ന ഏത് ലാംഗ്വേജ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ അതിൽ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ കൃത്യതയുണ്ടാകണം. അതിനകത്തൊരു ഫീൽ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ കഴിയണം. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുന്നത് വാക്കുകളിലൂടെയാണ്. നമുക്കതിനെ അഫർമേഷൻസ് എന്ന് പേരെടുത്ത് വിളിക്കുവാൻ കഴിയും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമ്പത്തുമായി ബന്ധപ്പെട്ട അഫർമേഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമ്പത്ത് എന്നിലൂടെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് അല്ലെങ്കിൽ ധനം എൻ്റെ ജീവിതത്തിലൂടെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഏറ്റവും മികച്ച നല്ല മനോഹരമായിട്ടുള്ള ഒരു അഫർമേഷനാണിത്. ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു അഫർമേഷൻ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിലുള്ള അഫർമേഷൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു അഫർമേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ ധനം എന്നിലൂടെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇതിനെ തന്നെ നമ്മളിങ്ങോട്ട് എടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ 777 മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് അനുസരിച്ച് രാവിലെ 7 പ്രാവശ്യം നമ്മൾ എന്താണ് എഴുതുന്നത്? ധനം നമ്മളിലൂടെ, അല്ലെങ്കിൽ ധനം എന്നിലൂടെ സ്ഥിരമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. 7 പ്രാവശ്യം എഴുതി കഴിഞ്ഞു. ഉച്ചയ്ക്കും അതുപോലെ തന്നെ 7 പ്രാവശ്യം നമ്മൾ എഴുതി കഴിഞ്ഞു. രാത്രിയിലും ഇത് തന്നെ 7 പ്രാവശ്യം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി അതിനോടൊപ്പം മെൻഷൻ ചെയ്യണം. അതെന്താണെന്നുള്ളത് അവസാനം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വെറുതെ ഇങ്ങനെ 7 പ്രാവശ്യം എഴുതിയത് കൊണ്ട് കാര്യമൊന്നുമില്ല. രാവിലെ നമ്മളത് എഴുതുമ്പോൾ ബുക്കൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക. അവിടെ പിന്നെ സെൽഫ് ഡൗട്ടോ അല്ലെങ്കിൽ മറ്റ് സംശയങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. കറണ്ട് റിയാലിറ്റി എന്തോ ആയിക്കൊള്ളട്ടെ, അവിടേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ഹൈ എനർജി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ കറണ്ട് റിയാലിറ്റി സംഭവിക്കുന്നതെല്ലാം നമ്മളെ തളർത്തുന്നതോ തകർക്കുന്നതോ ഒക്കെ ആയിരിക്കാം. അതായത് ലോ എനർജിയിലുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ നമുക്ക് വേണ്ട കാര്യത്തിലേക്ക്, അതായത് ഹൈ എനർജിയിലേക്ക്, അതായത് സമ്പത്തിലേക്ക് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു ബോൺ എന്ന് പറയുന്നത്, ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആ ഹൈ എനർജിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ലോ എനർജി എന്താണോ, അതായത് കറണ്ട് റിയാലിറ്റി എന്താണോ
അത് നമ്മളിൽ നിന്നും താനെ അപ്രത്യക്ഷമായിക്കൊള്ളും. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഴുതാനിരിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സംശയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയെയോ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എഴുതാനായിട്ട് തയ്യാറെടുക്കുക. അപ്പോൾ എഴുതി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടായിരിക്കണം. എന്താണ്? കൃതജ്ഞതയുടേതായിട്ടുള്ള ഒരു ഫീലോടുകൂടി ഇത് എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്കതിൽ വിശ്വാസമുണ്ടാകണം. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈ ഒരു മനോഭാവത്തോടെ നമുക്കിത് എഴുതുവാൻ കഴിയണം. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ 3 ഭാഗങ്ങളിലായിട്ട് ടോട്ടൽ 21 പ്രാവശ്യമാണ് നമ്മളിത് എഴുതുന്നത്. ഇനി ഇത് എത്ര ദിവസമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 ദിവസമാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ദിവസവും രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ ഇത് എഴുതുക. 7 ദിവസമാകുമ്പോഴേക്കും നിങ്ങൾക്കിത് കംപ്ലീറ്റ് ചെയ്യുവാൻ കഴിയും. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അവസാനം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളത്. 7 പ്രാവശ്യം ഒരു നേരം നമ്മൾ എഴുതി കഴിയുമ്പോൾ തന്നെ ഏറ്റവും അവസാനം ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് അങ്ങേയറ്റം നന്ദി ദൈവമേ, അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് താങ്ക് യു യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ഇഷ്ട ദൈവത്തെ വേണമെങ്കിലും അവിടെ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടി അഡീഷണലായിട്ട് അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 7 പ്രാവശ്യം എഴുതി കഴിഞ്ഞതിന് ശേഷം അവസാന ഭാഗമായിട്ട്, അവസാന ലൈനായിട്ട് ഇങ്ങനെ 7 ദിവസം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക. 7 ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷം എന്ത് ചെയ്യണം? ലെറ്റിംഗ് ഗോ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവിടെ നമുക്ക് ഡൗട്ട്സ് ഇല്ല. ഇതിന് സംഭവിക്കുമോ സംഭവിക്കത്തില്ലയോ എന്ന് ഉള്ള ഒരു സംശയമൊന്നും അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഈ ആമസോണിലോ നൂണിലോ ഒക്കെ എന്തെങ്കിലും ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മുൻകൂർ പൈസ അടച്ചിട്ടാണ് നമ്മളത് പ്രതീക്ഷിച്ചിരിക്കുന്നത്, അല്ലേ? അവിടെ പിന്നെ നമുക്ക് ഡൗട്ട്സ് ഒന്നുമില്ല. കാരണം ആ ആമസോണിൻ്റെ ഓണറിനെ നമുക്ക് അത്രയ്ക്ക് വിശ്വാസമാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഒരുപക്ഷെ അയാളുടെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. എന്നിട്ട് അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ, അല്ലേ? മുൻകൂർ തന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോഡക്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ എന്ത് ചെയ്യുക? യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ ഒരു കാര്യം യൂണിവേഴ്സിന് കൊടുക്കുകയാണ്. അതിനുശേഷം വളരെ റിലാക്സ് ആവുക. മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ്. എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്തത് 777 മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സണെ അട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പ് ഹീലിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും, മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും, ഹെൽത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. തീർച്ചയായും അതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഉടൻ തന്നെ നിങ്ങളിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.